കൊല്ലം DCC ഓഫീസിൽ സംഘർഷം. DCCയിലേക്ക് ഇരച്ചു കയറിയ പ്രവർത്തകർ നേതാക്കൾക്ക് നേരെ കസേര വലിച്ചെറിഞ്ഞു. പണം വാങ്ങി സീറ്റ് നൽകിയെന്ന് ആരോപിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കരിക്കോട് നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് DCC ഹാളിലുണ്ടായിരുന്ന കരുണാകരൻപിള്ള, KC രാജൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെ കസേര വലിച്ചെറിഞ്ഞും ഡെസ്കിലടിച്ചും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പണം വാങ്ങി നേതാക്കന്മാർ സീറ്റുകൾ വിൽക്കുകയായിരുന്നുവെന്ന് അവർ ആരോപിച്ചു. 40 വർഷമായിട്ട് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഉറാഷ് കുമാറിന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് ഇന്നാൾ വന്നു കയറിയ കോൺഗ്രസ് ഭവനിൽ വന്നു കയറിയ ഒരാൾക്ക് സീറ്റ് കൊടുത്തു. 2 ലക്ഷം രൂപ കൊടുത്തതിന്റെ രേഖയുണ്ട്. യുവാക്കളെ തഴഞ്ഞെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരും DCCക്ക് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തി. പണച്ചാക്കുകൾക്ക് വേണ്ടി മാത്രം സീറ്റ് കച്ചവടം നടത്തുന്ന ഒരു പറ്റം കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൊല്ലം DCCയിലുണ്ട്. അവിടെ എല്ലാ മുതിർന്ന KSU വോട്ടെ യൂത്ത് കോൺഗ്രസുകാരെ പോലും കോർപ്പറേഷനിൽ പരിഗണിച്ചിട്ടില്ല. ഒരു സീറ്റിൽ പോലും കോർപ്പറേഷനുകളിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിച്ചു. തീരദേശ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ മാറ്റരുതെന്നാവശ്യപ്പെട്ട് DCCയിലെത്തി മുന്നറിയിപ്പ് നൽകിയതോടെ നേതാക്കന്മാർ അക്ഷരാർത്ഥത്തിൽ ഭയപ്പാടിലാണ്. ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങൾക്കും പരിഹാരം കാണാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.